ഇവിടെ വയസ്സായ ആൾ വാങ്ങിയ ലോട്ടറി ടിക്കറ്റിന് പ്രൈസ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടിവിയിൽ ഓരോ നമ്പറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഓരോ നമ്പറും ഇയാളുടെ ടിക്കറ്റിലുള്ള നമ്പേഴ്സ് ആണ്. ഇപ്പൊ അവസാനം ഒരേ ഒരു നമ്പർ മാത്രമാണ് പറയാനുള്ളത്. അത് കണ്ട് എക്സൈറ്റ് ആയി ഹാർട്ട് റേറ്റ് കൂടി നെഞ്ചുവേദന വന്ന് ഇയാൾ നിലത്തേക്ക് വീണു. ഇയാൾ താഴെ വീണതിന് ശേഷമാണ് ടിവിയിൽ പറയുന്നത് $60 മില്യൺ ഇയാളുടെ ടിക്കറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. അതിനുള്ളിൽ ഇയാളുടെ ബോധം പോയി. താഴെ വീണ സൗണ്ട് കേട്ട് ഇയാളെ നോക്കാൻ തന്നെ ആ വീട്ടിൽ 2 നേഴ്സുമാർ ഓടി വന്നത് എന്ത് പറ്റിയതാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിലൊരു നേഴ്സ് അയാളുടെ കയ്യിലുള്ള ടിക്കറ്റ് എടുത്ത് കാണുന്നത്. ഇപ്പൊ വിചാരിച്ചാൽ അയാളെ ഇവർക്ക് ഈസി ആയി രക്ഷിക്കാൻ പറ്റും. എന്നാൽ അത് ചെയ്യാതെ ലോട്ടറി ടിക്കറ്റിന് പ്രൈസ് കിട്ടിയത് അറിഞ്ഞതും ആരോടും പറയാതെ നമുക്ക് തന്നെ ഇത് എടുത്താലോ എന്ന് പ്ലാൻ ചെയ്തു. എന്നാൽ കൂടെയുള്ള ലേഡി ഇത് നമ്മുടെ ക്യാഷ് അല്ല, സോ ഇത് ഇയാളുടെ മക്കളുടെ കയ്യിൽ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു നേഴ്സ് പെട്ടെന്ന് അകത്തേക്ക് വന്നു. അവൾ ഇവരുടെ കയ്യിലുള്ള ടിക്കറ്റ് കണ്ടതും എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കി. സോ 2 ആളുള്ളത് ഇപ്പൊ 3 ആളായി മാറി. 3 പേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറും ഒരു അസിസ്റ്റന്റ് അകത്തേക്ക് വന്നു. അയാളുടെ അടുത്ത് ഇയാൾക്ക് എന്ത് പറ്റിയതാണെന്ന് ഈ ലേഡി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ടിക്കറ്റ് വിൻ ചെയ്തെന്ന് കൂട്ടത്തിൽ പറഞ്ഞു പോയി. 3 പങ്കുള്ളത് ഇപ്പൊ 5 പങ്കായി മാറി. ഒരാൾക്ക് 12 മില്യൺ ഈക്വലായി പിരിച്ച് ആ ക്യാഷ് വെച്ച് ആഘോഷിക്കാൻ തുടങ്ങി. ആ ക്യാഷ് കിട്ടിയത് മുതൽ ഓരോരുത്തരായി വിചിത്രമായ രീതിയിൽ മരിക്കാൻ തുടങ്ങി. അവരിൽ ഓരോരുത്തരുടെയും മരണത്തിന്റെ പിന്നിൽ ആ വയസ്സായ ആളുടെ കറുത്ത കൈകളുണ്ടായിരുന്നു.